ഹലോ കൂട്ടുകാരെ, നമുക്കിന്നിവിടെ ഓറഞ്ചൊക്കെ വീട്ടിൽ കുറേ ഉണ്ടായപ്പോഴേ ഞാൻ ഓറഞ്ച് കൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടോ. നല്ല ഫ്രഷ് ജ്യൂസിൻ്റെ അതേ ടേസ്റ്റ് ആയിരുന്നു. ഓരോ ഓറഞ്ച് കൊണ്ട് ഒരു ഗ്ലാസ് ജ്യൂസ് ഇട്ടോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ജ്യൂസ്? ഒന്നും വേണ്ട, കുറച്ച് തണുത്ത വെള്ളം ഓറഞ്ചും പഞ്ചസാരയും മാത്രം മതി കേട്ടോ, വേറെ ഒന്നും വേണ്ട. നല്ല അടിപൊളി ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാൽ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഫ്രഷ് ജ്യൂസ് ഇല്ലേ, അതിൻ്റെ അതേപോലെ കേട്ടോ. അപ്പോൾ ഞാനേ 2 ഓറഞ്ച് കൊണ്ട് 2 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കിട്ടോ. അതിൻ്റെ വീഡിയോ ഇട്ടാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കട്ടോ. പക്ഷേ മിക്സിയിൽ അടിക്കുമ്പോൾ നമ്മൾ ഇപ്പുറത്തേക്ക് അടിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കുരുവൊക്കെ അരഞ്ഞു പോകുള്ളൂ. നല്ല ടേസ്റ്റാണ്. ഞാൻ ഐസിൻ്റെ കട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും അടിച്ചോളി, ഐസിൻ്റെ വെള്ളം വേണമെങ്കിൽ അതും ചേർത്തോളി. തണുപ്പ് പറ്റാത്തവർക്ക് തണുപ്പാത്ത വെള്ളം നോർമൽ വാട്ടർ ഒഴിച്ചുകൊണ്ട് അടിച്ചാൽ മതി. എളുപ്പത്തിൽ ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് തന്നെ അടിച്ചു കുടിക്കാം. ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണാണല്ലോ, അപ്പോൾ ഞാൻ ഓറഞ്ച് കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കിയത് കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല ഹെൽത്തിയുമാണ്. ദാഹത്തിനും ക്ഷീണത്തിനും ഒക്കെ പറ്റും കേട്ടോ. അങ്ങനെ ഗേസ്, ഒരു മിക്സിയുടെ ജാർക്കേ 2 ഓറഞ്ച് തൊലിച്ചുകൊണ്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തു. നിങ്ങൾക്ക് അധികം പഞ്ചസാര വേണമെങ്കിൽ അധികം ചേർത്തോളി, കുറച്ച് പഞ്ചസാര വേണ്ടവർക്ക് അത് ചേർത്തോളി. ഇനി പഞ്ചസാര പറ്റാത്തവർക്ക് പഞ്ചസാര ഇല്ലാതെ അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഗേസ്, നമ്മൾ ഓറഞ്ചൊക്കെ ഇതിലിട്ടിട്ടേ നന്നായി ഒന്ന് അടിച്ചെടുക്കട്ടോ. ഇപ്പുറത്തേക്ക് അടിക്കണം കേട്ടോ, അല്ലെങ്കിൽ തോലൊക്കെ അതിൻ്റെ കുരുവൊക്കെ അരഞ്ഞു പോയാൽ കഴിച്ചോളൂ. എന്നിട്ട് അപ്പം തന്നെ കുടിക്കണം കേട്ടോ, അത് ഫ്രഷായി കുടിക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഓറഞ്ചൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഓറഞ്ച്. എന്നിട്ട് നമുക്കേ ഓറഞ്ച് കൊണ്ട് ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയിട്ടൊന്ന് കുടിച്ചാലോ. അതിന് നമുക്കേ മിക്സിയുടെ ജാറിൽ അത്യാവശ്യം പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടേ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച്, ഞാൻ നോർമൽ വാട്ടർ ആട്ടോ ഒഴിച്ചിട്ട്, തണുപ്പ് പറ്റാത്തതുകൊണ്ട്. നിങ്ങൾ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളിയും, അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് തണുപ്പ് പറ്റുന്നവർക്കൊക്കെ. എന്നിട്ട് മിക്സിയുടെ ഇപ്പുറത്തേക്ക് പതുക്കെ അങ്ങനെ അടിച്ചെടുക്കട്ടോ. ഒന്നിച്ചടിക്കരുത്, അല്ലെങ്കിൽ കുരുവൊക്കെ അടിഞ്ഞ് പോകും. അങ്ങനെ ഇപ്പുറത്തേക്ക് അടിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും, ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടുന്നുള്ളൂ. നമുക്കൊരു അരിപ്പയിലൊന്ന് അരിച്ചെടുത്തിട്ടേ നന്നായി ഒരു കയ്യിലുകൊണ്ടൊക്കെ ഒന്ന് അതിൻ്റെ എല്ലാ നീരും ഒന്ന് നല്ലോണം ഒന്ന് അമർത്തി പിഴിഞ്ഞെടുത്തിട്ടേ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടേ കുടിച്ചാലുണ്ടല്ലോ നല്ല നരിയുണ്ട് കേട്ടോ. ഫ്രഷ് ജ്യൂസിൻ്റെ അതേ ടേസ്റ്റാണ്. ഫ്രഷായിട്ട് അപ്പോഴൊക്കെ അടിച്ച് കുടിക്കണം കേട്ടോ, എടുത്തേക്കാൻ പറ്റില്ല. നമുക്ക് ക്ലാസ്സിലേക്ക് ഒഴിച്ചാലോ. ക്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ കണ്ടില്ലേ, അതൊക്കെ നല്ല നൊര ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. എന്താ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയും. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടേ ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. നമ്മളെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യണേ. ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേ നമ്മളൊന്ന് സപ്പോർട്ടാക്കണേ. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ലതാണ്. കണ്ടില്ലേ, ഗ്ലാസ്സിലിങ്ങനെ വെള്ള ഗ്ലാസ്സിലിങ്ങനെ എടുക്കുമ്പോഴേ എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണല്ലേ ഇപ്പോൾ. എന്നാൽ നിങ്ങളെ നമ്മളെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യണേ. ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേ ഇഷ്ടപ്പെട്ടാൽ മാത്രം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്തോളി, ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്തോളൂ. താങ്ക് യു, നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ച്.